കോളനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അന്ന് അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം അവിടെ കൊണ്ടുപോയി തള്ളി ഒരു ജീവിത രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഹാരിസും മലയാളം കമ്പനി HML അവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂവുടമ. അനധികൃതമായി ഭൂമി കൈവശം വച്ചിരിക്കുന്നതാണ് അവർ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ആദിവാസിയെ PSCയിൽ നിയമിച്ചത് ഇടതുപക്ഷാനന്തര ഗവൺമെൻറ്റാണ്, പിണറായി സർക്കാരാണ്. മന്ത്രിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ചെയ്തല്ലോ. പിന്നെ ഇന്നും അവർക്ക് കിട്ടിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ഒരു കാക്ക കണ്ണോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കലാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, ടീച്ചർമാരുടെ നിയമനം, പിന്നെ പോലീസിൻ്റെ നിയമനം, അത്തരം പോലെയുള്ള നിയമനങ്ങളിൽ ഒരു പുതിയ രീതി കേരളത്തിലെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായി. അല്ലെങ്കിൽ അവർക്ക് 2% സംവരണം കൊണ്ട് 240 ടീച്ചർമാരെ നിയമിക്കണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും? അപ്പോൾ നേരിട്ടുള്ള നിയമനം, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നിയമനം തുടങ്ങാൻ വേണ്ടി തുടങ്ങി. അതൊരു പുതിയ കാഴ്ചപ്പാടാണ്. അവർക്ക് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി തുടങ്ങി. അവരുടെ വീട് നിർമ്മാണം, വീടൊക്കെ ആദിവാസി കാലാകാലങ്ങളെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടികവർഗ വീട് നിർമ്മാണം, മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ചില അവരുടെ വിദേശത്തേക്ക് തൊഴിൽ പോകാൻ, വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ, അങ്ങനെ അവരും ഉയർന്നു വരട്ടെ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടുള്ള പുതിയ നിയമങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഊരുകുട്ടമിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രികളിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യമേഖല ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള വളണ്ടിയർമാരെ നിശ്ചയിച്ചു. കുടുംബശ്രീയിൽ പിന്നെ ആനിമേറ്റർമാർ എന്ന് പറഞ്ഞിട്ട് ആദിവാസികളെ നിയമിക്കാൻ വേണ്ടി തുടങ്ങി. കുടുംബശ്രീ പ്രസ്ഥാനം വളരെ വലുതാണല്ലോ. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ആദിവാസികളുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അവർക്ക് വേണ്ടി നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. അത്തരം കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പിന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം, അതിൻ്റെ ഫലമായിട്ട് ആദിവാസികൾക്ക് വൈദ്യുതി കൊടുക്കുക, അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മറ്റു മേഖലയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആദിവാസി മേഖലയിലും വളരെ സജീവമായി ചെയ്യാൻ വേണ്ടി തയ്യാറായി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ആദിവാസിയെ PSCയിൽ നിയമിച്ചത് ഇടതുപക്ഷാനന്തര ഗവൺമെൻറ്റാണ്, പിണറായി സർക്കാരാണ്. വിജയകുമാർ എന്ന് പറയുന്ന ആദിവാസിയെ ആദ്യമായിട്ടാണ് ഒരു PSC അങ്ങ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ അർത്ഥത്തിൽ കാര്യങ്ങളുണ്ട്. ആദിവാസികളിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മന്ത്രിയെ ആദിവാസി വിഭാഗത്തിൽ നിന്ന്, നേരത്തെ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്, അതിനെ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല, ജയലക്ഷ്മി UDFിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഞങ്ങളെ ചെയ്തുള്ളൂ എന്നുള്ള രീതി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കേളു ഒരു മന്ത്രിയായി എന്നുള്ളത് ആദിവാസികൾക്ക്, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾക്കും ആദിവാസികൾ മാത്രമല്ല വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അതോടൊപ്പം ആദിവാസി വിഭാഗത്തിന് കേരളത്തിൽ മൊത്തത്തിലെ സന്തോഷമുണ്ട്. ഇന്ത്യയിലെ ആദിവാസികൾക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണത്. അപ്പോൾ അവരുടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആദിവാസി ജീവിതത്തിൽ തീർച്ചയായും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും. പേര് മാറിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. പക്ഷെ പേര് മാറുന്നു എന്നുള്ളത് എങ്ങനെയാണ് പൊതുസമൂഹം കാണുന്നത്? ഒരു പേര്, ആ പേര് എന്ന് പറയുന്നത്, കോളനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അന്ന് അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം അവിടെ കൊണ്ടുപോയി തള്ളി ഒരു ജീവിത രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് ആ അർത്ഥത്തിൽ അറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു മാറ്റമാണുള്ളത്. പേരുമാറ്റം കൊണ്ടും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടില്ല. അപ്പോൾ നഗർ എന്നുള്ള പേര് ഉള്ള സ്ഥലത്ത്, നാളെ വരാൻ പോകുന്ന വിഷയം പറയാം, നഗർ എന്ന് പറഞ്ഞ പേരുള്ള സ്ഥലത്ത് ഒരാൾക്ക് വീടില്ലാതെ വന്നാൽ അതിൻ്റെതായിട്ട് രൂക്ഷ വിമർശനം വരും. അപ്പോൾ ആ വിമർശനവും കൂടി മറികടക്കാൻ ഈ പേരുമാറ്റം കുറച്ചും കൂടി ജാഗ്രതപ്പെടില്ലേ, കുറച്ചും കൂടി ജാഗ്രതപ്പെടും. ആ അർത്ഥത്തിൽ നമുക്കതിനെ മാത്രമല്ല, ഒരു പിന്നോക്ക ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പദം, അത് ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ കോളനിവാസികളല്ല അവരേതെങ്കിലും ഒരു അടിമകളെ പോലെ ജീവിച്ചതിൻ്റെ ഒരു ബാക്കി പത്രമല്ല അവർക്കും ഒരു പുതിയ ജീവിതവും പുതിയ മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കോളനി അതിന് പറയണ്ട. മറ്റുള്ള പ്രദേശത്തൊക്കെ നഗർന്ന് പറയാമെങ്കിൽ ഇന്നും നഗർന്ന് പറയാം. അപ്പോൾ പേരുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗം നല്ല സൂചിപ്പിക്കേണ്ടതില്ല. പേരുകൊണ്ട്, ഇപ്പോൾ പേര് കണ്ടാൽ അങ്ങനെയാണ്. അതൊക്കെയുള്ള മാറ്റങ്ങളുണ്ടാവും വാർത്തത്തിൽ തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
അറിയാമല്ലോ, വയനാട്ടിൽ തന്നെ ഭൂസമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2012 ആരംഭിച്ച 15 കേന്ദ്രങ്ങളിൽ ആദിവാസികൾ കുടിയേറി താമസിക്കുകയാണ്. സംസ്ഥാനത്തിലെ പല ഭാഗത്തും അതുപോലെ ഉണ്ടാകാം. ആ സമരങ്ങളെല്ലാം അവരുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കി പരിഹരിക്കാനുള്ള നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്. ആ നിലയാണ് ഞങ്ങൾ എടുക്കുന്നത്. അവരെ ബലം പ്രയോഗിച്ച് പരിപ്പയിലായാലും എവിടെയായാലും ബലം പ്രയോഗിച്ച് ഞങ്ങളാരും ഒഴിവാക്കുന്നില്ല. ബലം പ്രയോഗിച്ച് ഒഴിവാക്കാനാണ് UDF ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ ഞങ്ങളൊരു മാറ്റം വന്നിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ചിലപ്പോൾ സമയം എടുത്തേക്കാം. ഭൂമിയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. പിന്നെ സമരം ചെയ്യുന്നവരുടെ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഹരിക്കണം, അവരുടെയും കൂടി വീക്ഷണം, അവരെയും കൂടി അഭിപ്രായം, ഗവൺമെൻറ് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് യോജിച്ചു വരുമ്പോഴാണല്ലോ ഒരു സമരം തീരുക. അത് അർത്ഥത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഹാരിസൺ മലയാളം കമ്പനി HML അവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബോർഡാണ്. അനധികൃതമായി ഭൂമി കൈവശം വച്ചിരിക്കുന്നതാണ് അവർ. പക്ഷെ അത് നിയമ പോരാട്ടത്തിലാണ്, കോടതിയിലാണ്. ഇപ്പോൾ കോടതിയിലൊരു വിഷയം നിൽക്കുമ്പോൾ സർക്കാർ അത് ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ ഭൂമി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയാണത്. ബ്രിട്ടീഷ് സംഘത്തിൻ്റെ പൗരന്മാരുടെ ഉടമസ്ഥാവകാശമുള്ള ഭൂമിയാണ്. ആ ഭൂമിയെല്ലാം സർക്കാരിൻ്റെ ഭൂമിയായിട്ട് മാറേണ്ടതാണ്. ആ നിയമം എന്തുകൊണ്ടോ അത് പരിപാലിച്ചില്ല. അതിൽ നിന്ന് മറികടക്കാൻ പിന്നീട് അവർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എല്ലാം മാറ്റിയിട്ടുണ്ട്. അത് നിയമ പോരാട്ടത്തിലാണ്. ഒരു നിയമപരമായിട്ടേ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഭൂമി അവർ സ്വമേധയാ ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ് പാവപ്പെട്ട ആദിവാസികൾക്കും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും. അതിൻ്റെ മനസ്സ് അവർ കാണിക്കുന്നില്ല. അത് മനസ്സാണ് കാണിക്കേണ്ടത്, നിയമമല്ലല്ലോ. നിയമപരമായിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ നിയമപരമായിട്ട് കോടതിയിൽ ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, സർക്കാരിന് അനുകൂലമായ ഒരു വിധി വന്നാൽ ആദിവാസി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായല്ലോ. പിന്നെ വേറെ അന്വേഷിച്ച് പോകണ്ടല്ലോ. അത്രയും ഭാവനയിൽ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല കോടതി എങ്ങനെയാണ് പരിഹരിക്കാന്നുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സർക്കാരുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആദിവാസി ജനവിഭാഗത്തു നിന്ന് ഒരാളെ മന്ത്രിയാക്കുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ഉയർത്തി കാണിക്കുന്നതിനും പകരം അങ്ങനെ ചെയ്തപ്പോൾ വകുപ്പുകൾ കൈകാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുറച്ച് സമയമുള്ളൂ, എനിക്ക് വേണ്ടത്ര ആ കാര്യത്തിലൊന്നും വേണ്ടത്ര പരിചയവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് മന്ത്രിയുടെ വ്യക്തിപരമായൊരു വിലയിരുത്തലാണ്. അതുകൊണ്ട് പരിചയമില്ല, എല്ലാവരും പരിചയം ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ വരുന്നത്. അത് ഒരു മന്ത്രിയെ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ആ രംഗത്ത് ഈ മേഖലയിൽ തന്നെ കേന്ദ്രീകരിച്ച മന്ത്രി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്രയേറെ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വകുപ്പിനുണ്ടെന്ന് കണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ആ രംഗത്ത് ചുമതല കൊടുത്തു എന്നുള്ളതാണ്. മന്ത്രിയാക്കാൻ നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് ചെയ്തല്ലോ. പിന്നെ ഇന്ന് വകുപ്പ് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഒരു കാക്ക കണ്ണോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കലാണ്. സമൂഹത്തിനിടയിൽ ഒരു വലിയ ഒരു ഇത്ര നല്ല കാര്യം ചെയ്താലും ഒരു അതിനായിട്ടൊരു എതിർചിന്തയും കൂടി ഉണ്ട് എന്ന രീതിയിൽ അവർക്കതിന് പറയാനുള്ള അവകാശമുണ്ട്. അക്കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. ആർക്കും അങ്ങനെ ജനാധിപത്യ രാഷ്ട്രമല്ലേ നമ്മുടേത്. അവർ പറയട്ടെ. അവർക്കങ്ങനെ പറയാനുള്ള അവകാശവും അവർക്ക് അഭിപ്രായം, അത് അവരുടെ അഭിപ്രായം. മന്ത്രിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിവാസിയായ അവരെ മന്ത്രിയാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പട്ടികജാതി അംഗങ്ങൾ എത്രയോ കേരളത്തിൽ പാർട്ടിക്കുണ്ടല്ലോ. ഞങ്ങൾ പരിഗണിച്ചത് പാർട്ടി പരിഗണിച്ചതാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കുന്നതിന് പകരം അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് കണ്ടെത്തി പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ കണ്ടേച്ചാൽ മതി. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ആകെ തെറ്റാണോ അബദ്ധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ കാണുന്നത് ഈ രീതിയിൽ ഒരു മന്ത്രി വന്നു എന്നുള്ളത് കേരളത്തിലെ ആ ജനവിഭാഗങ്ങൾക്കുള്ള അംഗീകാരമാണ്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജനവിഭാഗങ്ങളൊപ്പം ചേർന്ന് നിന്ന പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തയ്യാറായതും ആ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ല, ഇപ്പോൾ ചെറിയ മാറ്റം പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ആദിവാസികളുടെ കാര്യം നോക്കാൻ ആദിവാസികൾക്ക് കഴിയില്ല എന്നുള്ള ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം. അവരിപ്പോൾ നല്ല വളർച്ചയും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ തേടി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ട്രൈബൽ പ്രൊമോട്ടർമാർ, അതുപോലെ ആദിവാസി രംഗത്തുള്ള പൊതുപ്രവർത്തകർ, അവരെല്ലാം വിശ്വാസത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിക്കാൻ തയ്യാറാവുന്നൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. ആദിവാസികൾ മാത്രമല്ലല്ലോ, ഒരു പൊതുവിന്ന് നമുക്ക് ആവശ്യമാണല്ലോ. ഇപ്പോൾ ആദിവാസികളെ പോലെ തന്നെ അല്ലാത്ത ജനവിഭാഗങ്ങൾ നാട്ടിലുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, അവിടെ പ്രശ്നം നോക്കാൻ അവർ മാത്രം നോക്കട്ടെ എന്നുള്ള നിലയല്ല കേരളം എടുത്തിട്ടുള്ള ഒരു സാമൂഹ്യ വീക്ഷണം. ആ സാമൂഹ്യ വീക്ഷണം അനുസരിച്ച് അവരുടെയും കൂടി, പക്ഷെ അവരുടെയും കൂടി അഭിപ്രായങ്ങൾ വളരെ വലുതാണ്.
അവരുടെയും കൂടെ വീക്ഷണം വളരെ വലുതാണ്. അതിനെ തട്ടിക്കളയരുത്. എന്നാൽ പൊതുസമൂഹം സാമൂഹിക വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം. അതിൽ ആദിവാസികളുടെ അഭിപ്രായങ്ങൾക്കും ആദിവാസി ജനവിഭാഗങ്ങൾക്കും ഒരു പങ്കുണ്ട്. ആ പങ്കിനെ ഒരിക്കലും ചെറുതായി കാണരുത്, നിഷേധിക്കുകയും ചെയ്യരുത്. അല്ല, നിരവധി ഇടതുപക്ഷ നേതാക്കൾ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മന്ത്രി, എത്ര ആൾക്കാർ, എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എത്ര ആൾക്ക് നിരവധി പാർട്ടി നേതാക്കൾ. ഇപ്പോൾ വയനാട്ടിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കകത്ത് തന്നെ 3 ആദിവാസികളുണ്ട്. പണ്ട് തീരെ ഇല്ലല്ലോ, ഉണ്ട്. കാസർഗോഡ് നിന്നൊരു ആദിവാസിയുണ്ട്, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ആദിവാസി. അങ്ങനെ പല കമ്മിറ്റികളിൽ, പാർട്ടിയുടെ പല വേദികളിൽ, പല കീഴ്ഘടകങ്ങളിലും ആദിവാസി ജനവിഭാഗങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് പട്ടികവർഗത്തിൽ നിന്ന് ഒരാൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാവുന്നത് കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ. കേളു വന്നു. ഇങ്ങനെയല്ല പടിപടിയായിട്ടല്ല ഉയർന്നു വരിക. അപ്പോൾ അതിൽ എത്രയോ നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്, ഇനി ഉയർന്നു വരും, പുതിയ ചെറുപ്പക്കാരൊക്കെ ഉയർന്നു വരും.